Good morning to all of you. Today we are going to discuss profit center. A profit center is an organizational subunit or smallest segment of an activity for which profit is clearly ascertained. പ്രോഫിറ്റ് കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സബ് യൂണിറ്റിനെയോ ഒരു ആക്ടിവിറ്റിയെയോ ആണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുക. കാരണം പ്രോഫിറ്റ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ടേമാണ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം കോസ്റ്റും റവന്യൂവും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദാഹരണത്തിന് ഒരു കോസ്റ്റ് സെൻ്ററാണ്. അപ്പോൾ ആ കോസ്റ്റ് സെൻ്ററിൽ മാർക്കറ്റിങ്ങിന് അനുബന്ധമായിട്ടുള്ള കോസ്റ്റ് അവിടെ സംഭവിക്കുന്നതോടൊപ്പം മാർക്കറ്റിങ്ങിൽ നിന്ന് നമുക്ക് എന്താണ് റവന്യൂ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോഫിറ്റ് സെൻ്ററും കൂടെയാണ്. സോ ഇൻ എ പ്രോഫിറ്റ് സെൻ്റർ ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ ആർ കേപ്പബിൾ ഓഫ് ബീയിങ് മെഷേർഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും റവന്യൂവും ഒരു പർട്ടിക്കുലർ സെൻറ്ററിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, ഫിനാൻഷ്യൽ ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അങ്ങനെയുള്ള സെൻറ്ററുകളെയാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുക. അക്കോർഡിംഗ് ടു ഫ്രാഗ്മാൻ, എ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിവിഷൻ ഫോർ വിച്ച് എക്സ്പെൻസസ് ആൻഡ് റവന്യൂസ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് പ്രോഫിറ്റ് ഈസ് അസർട്ടൈൻഡ്. Next we shall discuss differences between cost center and profit center. First one, a cost center is an organizational subunit or smallest segment of an activity for which cost is ascertained. Under profit center, a profit center is an organizational subunit or smallest segment of an activity for which profit is ascertained. അപ്പോൾ കോസ്റ്റ് സെന്റർ എന്ന് പറയുക കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ സബ് യൂണിറ്റ്, ഒരു ആക്ടിവിറ്റിയുടെ സ്മോളസ്റ്റ് സെഗ്മെൻറ്റോ ആണെങ്കിൽ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുക പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ സ്മോളസ്റ്റ് സെഗ്മെൻറ്റും ആണ്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുക, കോസ്റ്റ് കൺട്രോളിനും കോസ്റ്റ് റിഡക്ഷനും വേണ്ടിയിട്ടാണ് കോസ്റ്റ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ പ്രോഫിറ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്താണ്, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിന് കൃത്യമായിട്ടുള്ള മാനേജർ ഉണ്ടാകും, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ അതോറിറ്റിയും കൃത്യമായിട്ട് എന്താണ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ പീരീഡിൽ അവരെന്ത് ചെയ്യണം, അവർക്കുള്ള റവന്യൂ അവർ ഏൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള റവന്യൂ ഏൺ ചെയ്യുന്നു. അങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എവിടെയുണ്ട്, പ്രോഫിറ്റ് സെൻറ്ററിൽ ഉണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുക, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റിനും കോസ്റ്റ് കൺട്രോളിനും വേണ്ടിയിട്ടുള്ള സ്മോളർ സെൻറ്റേഴ്സിനെയാണ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുക. അതേസമയം പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുക വളരെ സ്വതന്ത്രമായിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെഗ്മെൻറ്റുകൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുക, കോസ്റ്റ് പരമാവധി മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് സെൻറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുക. പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുക പരമാവധി പ്രോഫിറ്റ് കൂട്ടുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയിരിക്കുന്നതാണ്. ഒരു പ്രോഫിറ്റ് സെൻറ്ററിനുള്ളിൽ ഒന്നിലധികം കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടാകാം. എന്നാൽ ഒരു കോസ്റ്റ് സെൻറ്ററിനുള്ളിൽ ഒന്നിലധികം പ്രോഫിറ്റ് സെൻറ്റർ ഉണ്ടാവില്ല. അപ്പോൾ പ്രോഫിറ്റ് സെൻറ്ററാണ് വൈഡർ കോൺസെപ്റ്റ് എന്ന് പറയുക. അടുത്തതായി നമ്മൾ കാണുക റെസ്പോൺസിബിലിറ്റി സെൻറ്ററിനെ കുറിച്ചാണ്.
ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഏതെങ്കിലും പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനോ അല്ല എങ്കിൽ ഏതെങ്കിലും പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെടുന്നതിനോ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അതിനെ ഒബ്ജക്റ്റീവ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ ലക്ഷ്യം വെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, ആ മാനുഫാക്ചറിങ് യൂണിറ്റിന് കീഴിൽ പല സെൻറ്ററുകൾ, കോസ്റ്റ് സെൻറ്ററുകൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3 മെഷീൻസ് ആ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ ആ മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ, അതുപോലെ തന്നെ അവിടെ അത് പ്രവർത്തിപ്പിക്കുന്നതിന് അനുബന്ധമായിട്ട് വരുന്ന റോ മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ ലേബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ, അപ്പോൾ ആ മാനുഫാക്ചറിങ് യൂണിറ്റിന് കീഴിൽ ഒരു 10 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാം ഏകോപിപ്പിച്ച് ഒരു മാസം ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിസോഴ്സ് വെച്ചുകൊണ്ട് അതിൻ്റെ മാനേജർ ആ ഒരു മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ക്രമീകരിച്ച് അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അവരിലൂടെ അത് നേടിയെടുക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സെൻറ്ററുകളെയാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുക. അത് പ്രോപ്പറായിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനവിടെ അതോറിറ്റി പ്രധാനപ്പെട്ടതാണ്. ആ ഒബ്ജക്റ്റീവ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആരിലൂടെ പൂർത്തീകരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഈസ് എ യൂണിറ്റ് ഓഫ് ഫങ്ഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഹെഡഡ് ബൈ എ മാനേജർ ഹാവിംഗ് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ്സ് പെർഫോമൻസ്. It may be defined as the segment of a business with reference to which information will be communicated to pinpoint responsibility. അടുത്തതായി നമ്മൾ കാണുക ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആണ്. അതിൽ കോസ്റ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ മുതലായവ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുക ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഫെയർ റിട്ടേൺ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടുന്നു എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി കോൺട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ, കോൺട്രിബ്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഇല്ല എങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സെയിൽസ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് റിക്കവർ ചെയ്യുന്നു, പിന്നെ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടി വരിക. അപ്പം അങ്ങനെ സ്ഥാപനം സെയിൽസ് കൂടുന്നതിലൂടെ പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഇപ്പം നിങ്ങൾ ഇത്രമാത്രം ഓർത്തിരിക്കുക, കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടുന്നു. അപ്പോൾ അങ്ങനെ എത്രമാത്രം കോൺട്രിബ്യൂഷൻ നമുക്ക് കൂട്ടാൻ പറ്റും, ആ കോൺട്രിബ്യൂഷൻ കൂടണമെങ്കിൽ എന്താണ്, സെയിൽസ് കൂടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്ററുകളെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറയുക. ഇറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ഓർ ആൻ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ വിച്ച് റവന്യൂ ഈസ് റേസ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഇൻകർഡ് ടു ജനറേറ്റ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ആ കോൺട്രിബ്യൂഷൻ്റെ കോൺസെപ്റ്റിനെ പറ്റി അടുത്ത സെമസ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതുമാണ്. ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ നോട്ട് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക.